DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 6 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില തിരിച്ചു കയറുകയാണ്. ഇന്ന് പവന് ഒറ്റയടിക്ക് 1560 രൂപ വർദ്ധിച്ചതോടെ 1,10,000 കടന്നിരിക്കുകയാണ് സ്വർണ്ണവില. 1,10,960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 195 രൂപയാണ് ഉയർന്നത്. 13,870 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്തറിയിപ്പ്, കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ നടപ്പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലി നടക്കുന്നതിനാൽ വെള്ളിയാഴ്ച ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണമുണ്ടാകും. എറണാകുളത്തിനും കായംകുളത്തിനുമിടയിൽ കോട്ടയം വഴി സർവീസ് നടത്തേണ്ട 3 പ്രധാന ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും. മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന മംഗളൂർ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, രാമേശ്വരത്ത് നിന്ന് പുറപ്പെടുന്ന രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ് എന്നിവയാണ് ആലപ്പുഴ വഴി തിരിച്ചുവിടുക. അടുത്തറിയിപ്പ്, വാണിജ്യ LPG സിലിണ്ടറിന് കുത്തനെ വില കൂട്ടിയതിൽ പ്രതിഷേധവുമായി സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബേക്കറികളും ഇന്ന് അടച്ചിടും. ഓൺലൈൻ ഭക്ഷണ വിതരണവും നിർത്തിവെക്കും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ, കേരള വ്യാപാരി വ്യവസായി സമിതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ, ഹോസ്റ്റൽ ഓണേഴ്സ് ഫെഡറേഷൻ തുടങ്ങിയ പ്രമുഖ സംഘടനകൾ സമരത്തിൽ പങ്കാളികളാവും. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനമുണ്ട്. 993 വില കൂട്ടിയത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഹോട്ടൽ വ്യവസായം തകരുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അടുത്തറിയിപ്പ്, കേരളത്തിലെ 6 ലക്ഷത്തോളം ദരിദ്ര കുടുംബങ്ങൾക്ക് റേഷൻ കട വഴി ലഭിച്ചിരുന്ന പഞ്ചസാരയുടെ വിതരണം നിലച്ചിരിക്കുകയാണ്. AAY പ്രകാരം റേഷൻ വിതരണത്തിൽ നിന്ന് പഞ്ചസാര താൽക്കാലികമായി പിൻവലിച്ചതാണ് ദരിദ്ര കുടുംബങ്ങൾക്ക് തിരിച്ചടിയായത്. ഇതനുസരിച്ച് മഞ്ഞക്കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് 27 രൂപ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തുവന്ന പഞ്ചസാര EPOS സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതോടെ റേഷൻ കട ഉടമകൾക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിലും പഞ്ചസാര വിതരണം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.